ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഈ കാഴ്ച കണ്ടു. അയാൾ ആ വഴിയാത്രക്കാരനോട് തട്ടിക്കയറി. എന്റെ ഒട്ടകത്തിന് കുറെ നേരം ഈ കഥ തുടങ്ങിയിട്ട് ഇതെന്താ തീരാത്തത്? എനിക്ക് മാത്രമാണോ ബോറടിക്കുന്നത്? വേറെ ആർക്കും ഇല്ലേ ഉറക്കം വരുന്നത്? യാത്രക്കാരൻ അത്ഭുതത്തോടെ അയാളെ നോക്കി. ഇതൊരു മരുഭൂമിയാണ്. ഇവിടെ നിഴൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിന് പണം ആവശ്യപ്പെടുന്നത് എന്ത് ന്യായമാണ്? ഒട്ടകത്തിന്റെ ഉടമസ്ഥനും വഴി യാത്രക്കാരനെ കഥ ഞാൻ കേട്ടിട്ടുള്ളതാ. നീ എന്താ ശ്രദ്ധിച്ചിരിക്കുന്നത്? ഇവനെത്ര മിണ്ടാത്തത്? സ്പോഞ്ചൂബേ ഞാനൊരു വിധത്തിൽ ശ്രദ്ധിക്കണ പോയെന്ന് നൈസായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. നീ എന്നെ ടീച്ചറെ കൊണ്ട് പിടിപ്പിക്കും. മിണ്ടരുത്, കഥ കേൾക്കണം. ഓഹോ അടേ, അപ്പൊ നീ ശ്രദ്ധിക്കണ പോലെയൊന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കണ. ഞാൻ ആലോചിച്ച് നീ നല്ല കുട്ടിയായൊന്ന്. എന്നിട്ട് എന്നോട് ക്ലാസ് ശ്രദ്ധിക്കാനല്ലേ? എനിക്കാണെങ്കിൽ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല, ഇതുപോലെ ഇരുന്ന് ഉറങ്ങാനും പറ്റുന്നില്ല. എനിക്ക് ബൂ അവനെന്താ അവിടെ നിന്നൊക്കെ ക്ലാസ് ശ്രദ്ധിക്കണത്? എടാ ബൂ, നീ കഥ ശരിക്കും കേൾക്കണോ അതോ നിന്ന് ഉറങ്ങുവാണോ? സൂപ്പർ കഥയാ. സൂപ്പർ കഥയാ? ഇതാ പോടാ. എനിക്ക് മാത്രമാണോ? കസാമ നീയെങ്കിലും പറയടാ, നിനക്ക് ബോറടിക്കുന്നില്ലേ? എന്നാടാ സുജാനെ, ഇത്രയും നല്ല കഥ കേട്ടിട്ട് നിനക്ക് ബോറടിക്കുന്നാ? മിണ്ടാതിരുന്ന് കഥ കേൾക്കടാ. ഞാനൊക്കെ പഠിക്കുന്ന കുട്ടിയാ, പഠിക്കുന്നേ. കസാമ അവന്റെ സ്വഭാവം കാണിച്ച് ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ ഇവൻ. ഉറക്കം വന്നിട്ട് കഥ. അപ്പൊ ഞാൻ മാത്രല്ലേ നൻപേണ്ട? എന്താ അറിയില്ല, ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ് മൊത്തം ഇങ്ങനെ. ഇത് കഴിഞ്ഞ് ഒരു പേരും കൂടെ ഉണ്ട്. അത് ഞാൻ എങ്ങനെ താണ്ടുവോ ആവോ. നീ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടോ? അവള് ചോദിക്കേണ്ട കാര്യമില്ല, അവള് ശ്രദ്ധിച്ചോണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കഥ ഇവിടെ കഴിയുകയാണ്. ബെല്ല് മേടിച്ച് എന്താ എല്ലാരും ടയർഡായിട്ടിരിക്കണ പോലെ ക്ലാസ് ശ്രദ്ധിച്ച് മടുത്തോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടെ. സന്തോഷം വരുന്ന കാര്യം അതെന്താ? എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത പീരീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മാത്സ് ക്ലാസ് ആണ്. എന്ത് മാത്സ് ക്ലാസ്? അതിലും കൊല്ലുന്നില്ല ടീച്ചറെ. ഉറക്കം വന്ന് ചാവും. മാത്സ് ക്ലാസ് എന്തൊരു എന്താ ആർക്കും മാത്സ് ക്ലാസ് ഇഷ്ടല്ലേ? എന്നാലേ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ. ശരിക്കും നിങ്ങൾക്ക് സന്തോഷം വരുന്ന ആ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതാരും പറഞ്ഞാണല്ല, നാളെ തൊട്ട് നിങ്ങളുടെ ഓണ വെക്കേഷൻ ആരംഭിക്കുകയാണ്. അത് കാരണം ഇന്ന് നിങ്ങളെ നേരത്തെ വിടും. നിങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ പോവാം. എന്ത് ക്ലാസ് വിട്ടെന്നാ? അപ്പൊ വീട്ടിൽ പോവാ. ഹേയ് ജോളി, അയ്യോ ഡോറെവിടെ? ഇവിടെയല്ലോ പറയില്ലായിരുന്നു. ഇതിനു വേണ്ടിയാണോ ഞാൻ കാത്തിരുന്നത്? ഷിൻജാനെ നിക്കറ അറ്റൻഡൻസ് എടുത്ത് പോയാ മതി. ചറക്കന്റെ ഒരു കാര്യം. കുട്ടികളെ നിങ്ങൾ അറ്റൻഡൻസ് എടുത്തിട്ട് പോയാ മതി കേട്ടോ. അറ്റൻഡൻസ് ആർക്ക് വേണം? ഞാൻ പോട്ടെ. ഇനി ഓണ വെക്കേഷൻ ആണ്, പൊളിക്കും ഞാനിത്. ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. എന്നാ വെക്കേഷൻ കഴിഞ്ഞ് കാണാട്ടോ. ഷിൻജാനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ വിട്ട് സ്കൂളിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞ് ടീച്ചറെ കൊണ്ട് വിളിപ്പിച്ചു. ബാക്കിയുള്ള പിള്ളേർക്ക് മൊത്തം സ്കൂൾ ബസ്സിൽ പോയി. ഇവനെന്താ സ്കൂൾ ബസ്സിൽ പോയാ? ഇവിടെ നിപ്പുണ്ടല്ലോ അവന്റെ കുട്ടി പട്ടാളവും. ഷിൻജാനെ വളാ പോവാം. എന്നാ പറയണ പിള്ളേരെ എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ. മോനെ നീ ഇപ്പോഴും ഷിൻജാനെ നിന്റെ എല്ലാ ഫ്രണ്ട്സും ഇതുപോലെ വീടാണ്. അതോട് ഷിൻജാനെ വന്ന് വണ്ടി കയറാം. ഒന്ന് നിക്ക് ഫ്രാങ്ക്ലിൻ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പൊ ഇനി തൊട്ട് നമുക്ക് 10 ദിവസത്തെ വെക്കേഷൻ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? സ്പോർട്ട് വീടിന്റെ അടുത്തുള്ള ഗ്രൗണ്ട്. അപ്പൊ നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. ശരി, എന്നാ ഞാൻ പോവാ. ബൈ, വണ്ടി എടുത്തോ. ബൈ ബൈ, നാളെ കാണാം. ഓണ വെക്കേഷൻ അടിച്ചു പൊളിച്ച് ആഘോഷിക്കട്ടാ. ശരി എന്നാ പോട്ടെ, പോയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് പരിപാടിയുണ്ട്. പിന്നെന്താ ഷിൻജാനെ നീ എന്തോ ഗ്രൗണ്ട് എന്നോ 10 മണിയെന്നോ അങ്ങനെ എന്തോ പറയണ കേട്ട്. എന്താ ഫ്രാങ്ക്ലിൻ ബൈ, ഈ ഓണ വെക്കേഷൻ ഞങ്ങൾക്ക് ഒത്തിരി പരിപാടിയുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരില്ല. അതെല്ലാം ഫ്രാങ്ക്ലിൻ ബൈയോട് പറയാൻ വേണ്ടി പറ്റുമോ? വെക്കേഷനൊക്കെ ആഘോഷിക്കടേ കൊള്ളാം. പക്ഷെ എന്തെങ്കിലും വയ്യാവലി വലിച്ചു വെച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ദൈവമേ, നീ വേണോ ഇതൊക്കെ നോക്കാൻ. ഓൾറൈറ്റ്, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വാ ഇറങ്ങി വാ. ഇനി 10 ദിവസം എന്തായിരിക്കും ഇവിടെ? ഞാൻ ഇപ്പഴും ആലോചിക്കണ. ഷിൻജാൻ നിന്റെ ബാഗ് എന്തിയടാ? ബാഗ് അത് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോ എടുക്കാൻ വന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. 10 ദിവസത്തെ ഓണ വെക്കേഷൻ എത്തിയേ. ചോപ്പേ, ഞാൻ എത്തിയടാ. നീ എന്താ ചോപ്പേ പറയാറ്? എനിക്ക് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോണം, നിനക്ക് ഇവിടെ വെറുതെ ഇരിക്കാന്നല്ലേ? ഇനി 10 ദിവസത്തേക്ക് എനിക്ക് വെക്കേഷൻ ആണ്. എന്ത് വെക്കേഷനാ? 10 ദിവസം ഇനി ഇവനെ സഹിക്കണമല്ലോ ദൈവമേ. ചെറുക്കാൻ തുടങ്ങി. നേരത്തെ ഒരു ഓണ വെക്കേഷൻ ഇല്ലാത്ത ഉന്മേഷാണല്ലോ ഇപ്രാവശ്യം. ഇനി എന്തായാലും ചോപ്പ് പറഞ്ഞ ശരിയാ. ഇനി 10 ദിവസം ഇവനെ സഹിക്കണം. സഹിക്കണം, സഹിച്ചേ പറ്റൂ. ഇത് ബുക്കൊക്കെ എടുത്ത് പെട്ടിയിലാക്കേണ്ട സമയം. എല്ലാം പാക്കറ്റ് തുടക്കം തന്നെ ബുക്കൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പോണോ? ഞാനും പണ്ടിങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു കാലം. എന്താ രാത്രി എന്തോ ഒച്ച കേക്കണത്? ഇത് മേളിന്നാണല്ലോ. ഈ സമയം എന്താ ഇപ്പൊ? 12 മണി ആവാറായല്ല. എന്നിട്ടും മേളിന്ന് ടിവിയുടെ ഒച്ച കേക്കണത്. അവൻ TV ഓഫ് ആക്കിയതാണ് കിടന്നുറങ്ങിയത്. ബ്ലഡി ഫുൾ. എന്റെ ഉറക്കം കളയാൻ വേണ്ടിട്ട്. ചിലപ്പോ വലിയ ഒച്ച കേട്ടാ നമ്മൾ എഴുന്നേക്കൂല. ചെറിയ ടിവിയുടെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേക്കും. ഈ ടിവിയുടെ ഒച്ച അവിടെ കേൾക്കാം. ഇവന് ഉറങ്ങിയില്ലേ? TV കണ്ടോണ്ടിരിക്കുവാണ് ഈ സമയത്തും. ഷിൻജാനെ, നിനക്ക് ഉറക്കമൊന്നുമില്ലടാ. സമയം എന്താണെന്നറിയാവോ? 12 മണിയായി. നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെന്താ കുഴപ്പം? എനിക്ക് കുറച്ചും കൂടി കാണാനുണ്ട്. ഞാൻ ഇവിടെ കിടന്നുറങ്ങണേ. ഫ്രാങ്ക്ലിൻ ബൈ കിടന്നുറങ്ങിക്കോ.
ഇവിടെ കിടന്നാ ഓക്കെ ഓക്കെ. പക്ഷെ ഇച്ചിരി ഒച്ചോർക്കടാ മനുഷ്യന്റെ ഉറക്കം കളയാനായി. ഞാൻ ഓർത്ത് ഇതെത്ര ടി വി നോച്ചിന്ന്. സാധാരണ ഈ സമയത്ത് ടി വി ഓണക്കാറുമില്ലേ. നമുക്ക് പോയി കിടന്നുറങ്ങാം. ഓണ വെക്കേഷനല്ലേ ചെക്കൻ കാണണ്ടേ. ഓണം വന്നല്ലോ ഊനാലിട്ടല്ലോ കോടി പിറന്നല്ലോ. സമയം രാവിലെ 9:30 കഴിഞ്ഞാ. വെക്കേഷൻ ആയിട്ട് ഷിൻചാൻ ചെറുക്കന്റെ ഒച്ചനൊക്കെ ഒന്ന് കേൾക്കാനില്ല. എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. ചോപ്പിനോട് ചോദിക്കാം. ചോപ്പേ കിടക്കണ ചോപ്പ് ഷിൻചാൻ എന്തിനാ? അവൻ രാവിലെ തന്നെ എങ്ങോട്ടോ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഞാനും വരാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. നിന്നോട് വരണ്ടെന്ന് പറഞ്ഞ അതെന്താ? ഓ അവനെന്തോ ഇന്നലെ പിള്ളേരോട് 10 മണിന്നൊക്കെ പറഞ്ഞു കേട്ട്. ഇനി അതാണോ? ഞാനാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ആള്. എന്നെ ആര് പിടിക്കുന്നു അവനാണ് ഇതിൽ ഫസ്റ്റ്. ആരാടാ കൂടെ നിന്റെ അടുക്ക് നിക്കാൻ പറഞ്ഞത്? ബ്ലഡി ഫുൾ ഞാൻ പിടിയാരില്ലടാ. പക്ഷെ നിന്നെ ഞാൻ പിടിക്കൂടാ. എന്താടാ ഇവിടെ ഇവന്മാര് കളിച്ചോണ്ടിരിക്കടാ. പക്ഷെ നിങ്ങളുടെ കയ്യിലൊന്നും എന്റെ പോലത്തെ അടിപൊളി വണ്ടി ഇല്ലടാ. നോക്ക് ആറത് ഇവൻ നമ്മുടെ ക്ലാസ്സിലുള്ളതല്ലേ. ഇവനെന്താ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നേ? സിലി ബോയ്സ്, എന്റെ വണ്ടി ഓടിച്ചു കളിക്കാനാ ഇങ്ങോട്ട് വന്ന. അല്ലാതെ നിങ്ങളെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വരും. ഓടിച്ചു കളിക്കാനോ? ഈ വണ്ടി കൊള്ളാല. ഇത് സാധാരണ ഒരു ടോയ് കാറല്ല, റിമോട്ട് കൺട്രോൾ കാറാണ്. റിമോട്ട് കൺട്രോൾ കാറാ, പക്ഷെ ഇതിന്റെ മേളിൽ അതൊക്കെ ഓടിക്കാൻ പറ്റുമോ? എന്റെ കാറ് പറ്റും. ഇത് സാധാരണ റിമോട്ട് കൺട്രോൾ കാറല്ല, സ്പെഷ്യൽ എഡിഷനാ. നിങ്ങളെ പോലെയുള്ള പീറ പിള്ളേര് ഇതൊന്നും കണ്ടിരിക്കാൻ വഴിയില്ല. എഴുന്നേക്ക്, ഇപ്പൊ കാണിച്ചു തരാൻ എന്റെ വണ്ടി എത്ര പവർഫുൾ ആണെന്നുള്ളത്. ഇത് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ കുറച്ച് ചെറുതായി പോയി. എന്ത് ചെറുതായി പോയെന്നാ? പോടാ, ഇത് വലിയ കാറാ. ഇതിന്റെ പവർ നിനക്കറിയാവാ? നീ ഇതിനു മുമ്പ് റിമോട്ട് കൺട്രോൾ കാർ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പവർ ഞാൻ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ സ്റ്റാർട്ട്, ഹിയർ വി ഗോ. നോക്കടാ ഇതിന്റെ പവർ. ബാക്കിലേക്ക് വളച്ചെടുക്കാം. പോണ പോക്കണ്ട. റിവേഴ്സ് തന്നെ ഇത്ര സ്പീഡ്, ഫ്രണ്ടിലേക്ക് ഇതിന്റെ ഡബിൾ സ്പീഡാ. ആടെ അത് പോണ പോക്ക് കണ്ട. ഇവൻ പറഞ്ഞ പോലെ നല്ല സ്പീഡാ. ആ ചെറിയ കാർ ഇത്ര സ്പീഡോ? ഇതൊക്കെ എന്തേ ഇപ്പൊ കണ്ടോ? ഇവിടെ ഉള്ള എല്ലാരെയും ഞാൻ ഈ വണ്ടി കണ്ട് ഓടിക്കും. അയ്യോ എന്നെ കൊന്നേ. ഈ കുരുത്തം കെട്ട പിള്ളേരുടെ കാര്യം പറഞ്ഞ പിന്നെ അല്ല വേണ്ട, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. എപ്പടി? കൊള്ളാം. ഒരു നിമിഷം കൊണ്ടല്ലേ അവിടെ നിന്ന് ആൾക്കാരൊക്കെ അവൻ ഓടിച്ചത്. ടാടാ എനിക്ക് കൂടി ഒന്ന് ഓടിക്കാൻ തരുമോ? എന്ത് ഓടിക്കാനാ? നിന്നെ ഒന്നും ഇതിൽ തൊടിക്കുന്ന പ്രശ്നമേ ഇല്ല. പ്ലീസ് 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 ഒരു പ്രാവശ്യം താളാ. ഇതിന്റെ എന്താ ബട്ടൺ ഒരു ലൂസ് പോലെ. എന്തിനാണ് ഷിൻചാനെ വെറുതെ അവനോട് ചോദിച്ച് നാണം കിടുന്നത്? അവൻ തരില്ലെന്ന് നിനക്കറിയില്ലേ? എനിക്ക് ഓടിച്ചാ കൊള്ളാം ഉണ്ട്. മസാവ് പറഞ്ഞത് ശരിയാ, അവൻ തരാറൊന്നും മോളിലടാ ഷിംജാനെ. മാനൻ കെടാതെ വാ പോവാ. നീ പറഞ്ഞത് ശരിയാ. ഇവൻ നമുക്ക് തരത്തൊന്നുമില്ല. ഓടിച്ച് കളിക്കാൻ അവന്റെ വണ്ടി എന്താ കാട്ടിലേക്കൊക്കെ പോണാ? അതെ നിന്റെ വണ്ടി കാട്ടിലേക്ക് പോകുന്നടാ. അയ്യോ ഇവനെ ഓടിക്കാൻ അറിയില്ലേ? പ്രൊഫഷണൽടാ. നോക്കിയിരുന്ന് കണ്ടോ? കാട്ടിലേക്കല്ലാതെ പോകുന്നത് ഇപ്പൊ കണ്ടോ? അവന്റെ വണ്ടി അവിടുന്ന് ആദ്യടാ ചാടിയൊക്കെ വരുന്നുണ്ട്. കണ്ടിട്ട് എന്നെ കൊതി അവൻ ഓടിക്കാൻ വേണ്ടി ഇട്ടാത്ത വണ്ടി നോക്കി തന്ന കാര്യം. പോടാ, ചുമ്മാ നല്ല നിനക്കൊരു കൂട്ടുകാരും ഇല്ലാത്ത ക്ലാസ്സിൽ. എനിക്ക് ഇത്രയും കൂട്ടുകാരുണ്ട്, അത് മതി. വാടാ നമുക്ക് നമ്മുടെ ഓടിപ്പെടുത്ത് തന്നെ കളിക്കാം. ആരെന്നെ ആദ്യം പിടിക്കും? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലത്തെ വണ്ടി എന്റെ വീട്ടിലുണ്ട്, ഇതിലും വലുത്. എന്താ ഇതിലും വലുതാ? നിന്റെ അച്ഛന്റെ കാറാണോ നീ പറയുന്നത്? അല്ല, എന്റെ ടോയ് കാർ. അത് കൊണ്ടുവന്ന് ഇവനൊരു പണി കൊടുത്താലോ? എടാ നിന്റെ കയ്യിൽ ഇതുപോലത്തെ കാർ ഉണ്ടായിട്ടാണോ അവനോട് തെണ്ടിക്കൊണ്ടിരുന്നത്? വാടാ അത് പോയി എടുത്തോണ്ട് വരാം. ഈ ഷിൻചാൻ എന്റെ ഗ്യാങ് എന്താണെന്ന് അവന് നമ്മൾ കാണിച്ചു കൊടുക്കും. എല്ലാരും പിടിച്ചിരുന്നോ? വണ്ടി എടുക്കുമ്പോ ആരും തെറിച്ചു പോകരുത്. ഇതാണോടാ നിങ്ങൾ പറഞ്ഞ റിമോട്ട് കൺട്രോൾ കാർ? അത് നിന്റെ പോലെയുള്ള മണ്ടന്മാരെ വിശ്വസിക്കുള്ളൂ, ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് തോന്നണില്ല ഈ സോപ്പ് വെട്ടി ഓടുന്ന്. നീ പോടാ അവിടുന്ന്. ഞങ്ങളുടെ വണ്ടി നിന്നെക്കാളും 10 മടങ്ങില്ലാതുകൊണ്ട് നിനക്ക് അസൂയ. വണ്ടി ഓടിച്ച് കാണിച്ചു കൊടുക്കാം. അധികം സ്പീഡ് വേണ്ട കേട്ടോ, എന്തായാലും പിടിച്ചിരിക്കാം. നമ്മളിതാ പോവാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ട്? കണ്ട്രാ ഇപ്പൊ പറയടാ, ഞങ്ങളുടെ സോപ്പ് വെട്ടിയാണോ അത് റിമോട്ട് കൺട്രോൾ കാറാണോ എന്ന്? ഇതില് 4 പേർക്കും 5 പേർക്കും പോടാ. അവന്മാരുടെ കാറ് അത് കൊള്ളാം. പറ്റില്ല എന്റെ അടിപൊളി കാറ്. എടാ ബൂ, കുറച്ചേരം ഞാൻ ഓടിക്കട്ടെ. നിക്ക് ഇപ്പൊ തരാം. ഫ്രണ്ട്സ്, ഞാൻ സ്പീഡ് കൂട്ടാൻ വേണ്ടി പോവാ, പിടിച്ചിരുന്നോ? ഇതിൽ ഇനി സ്പീഡ് ഉണ്ടായോ? സ്പീഡ് ഓടി. അയ്യോ വേണ്ട, കുറക്ക തല ഇറങ്ങുന്നടാ. എടാ ബൂ നിർത്തറ, എനിക്കും തല ഇറങ്ങുന്നു. എടാ കുറക്ക പ്ലീസ്. അയ്യോ ഇവൻ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നേ. വണ്ടി ഓടിച്ചു മടുത്ത്. എടാ ബൂ ഇവിടെ എടുത്ത്. ഷിൻചാനെ, നിനക്ക് ഇവിടെ നിന്ന് ഇച്ചിരി ദൂരല്ലേ ഉള്ളൂ, നീ ഇവിടെ ഇറങ്ങിക്കോ. എന്താ ഇവിടെയാ? വീട്ടിലേക്ക് ഇറങ്ങടാ. എടാ ഞങ്ങൾക്ക് നേരെ പോകേണ്ടത്. എല്ലാരും കൊണ്ടായി കഴിഞ്ഞപ്പോ ഇത്ര സമയമായി. ഇനിയും വൈകി കഴിഞ്ഞാ വീട്ടിൽ കയറ്റൂല. കുറച്ചു ദൂരല്ലേ ഉള്ളൂ, ഒന്നും നടക്കളാ.
ഓക്കെ ഓക്കെ ശരി എന്നാ. നിങ്ങളുടെ കാര്യം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഫ്രാങ്ക്ലിൻ ഭായി ഇപ്പൊ എന്നെ അന്വേഷിച്ച് നടക്കുമായിരിക്കും. ശരിടാ, സൂക്ഷിച്ചു പോ. ആ വേഗല്ലേ പോ, വണ്ടി എടുക്കടാ. ഓ ശരി എന്നാ, നാളെ കാണാം. ഗസാമേ, നിന്നെയും കൂടി ആക്കിയിട്ട് വീട്ടിൽ ചെല്ലുമ്പം എന്നെ വീട്ടിൽ കേറ്റോന്നറിയില്ല. അങ്ങനെ അവന്മാരും പോയി. വെക്കേഷന്റെ ആദ്യത്തെ ദിവസവും കഴിഞ്ഞു. അവധി ആയതുകൊണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാം. അല്ലായിരുന്നു നേരത്തെ ഫ്രാങ്ക്ലിൻ ഭായി ഗ്രൗണ്ടിൽ വന്ന് എന്നെ വിളിച്ചോണ്ട് പോയേനെ. ആരവിടെ? ആരോ അതിന്റെ ഉള്ളിലേക്ക് പോയ തോന്നിയതാണോ? സമയാണെ പാതിരാത്രി. എത്ര പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടായിരുന്നു. വല്ല പ്രേതോ പിശാചോ മറ്റുമാണോ? വീടെത്തി കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. ഫ്രാങ്ക്ലിൻ ഭായി ഉള്ളപ്പോ ഒരു പ്രേതത്തിനും എന്നെ പിടിക്കാൻ പറ്റില്ല. രക്ഷപ്പെട്ട് വേഗം പോയി പതപ്പിനടി കയറാം. ഇനി തൊട്ട് ഈ രാത്രി യാത്ര ഒഴിവാക്കണം. ഫ്രാങ്ക്ലിൻ ഭായ് നിക്ക് എന്താ ഫ്രാങ്ക്ലിൻ ഭായ് ഇവിടെ കിടന്ന് ഉറങ്ങണം? ഞാനാണ് അവന്മാരുടെ അടുത്ത് ഫ്രാങ്ക്ലിൻ ഭായ് ഇപ്പൊ എന്നെ അന്വേഷിച്ചോണ്ടിരിക്കാനെന്നവരെ പറഞ്ഞു. ഇവിടെ വന്ന പോത്ത് പോലെ കിടന്ന് ഉറങ്ങി. നമുക്കും കയറി കിടക്കാം. സമയം എന്താടാ? 9:15. രാത്രി വരെ എവിടെയൊക്കെ പോയി നനങ്ങിയിട്ട് ഉച്ച വരെ കിടന്നുറങ്ങാ. ഷിജാനെ എഴുന്നേക്ക്. ഫ്രാങ്ക്ലിൻ ഭായ് കുറച്ചു ഉറങ്ങിക്കോട്ടെ. നീ വല്ലതും അറിഞ്ഞാ? നമ്മുടെ അപ്പുറത്തെ വീട്ടില് കള്ളം കയറിടാ. തൊട്ടപ്പുറത്തെ വീട്ടില്. എന്ത് കള്ളനാ? നമ്മുടെ അപ്പുറത്ത് വീട്ടിലോ? പിന്നെ എപ്പോ ഫ്രാങ്ക്ലിൻ ഭായ് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി എന്നെ എഴുന്നേപ്പിക്കാൻ വേണ്ടി പറയണല്ലേ? എന്താ നിന്നെ എഴുന്നേപ്പിക്കാൻ? എന്തിനാ ഞാൻ അത് പറയണ? ചുമ്മാ പറഞ്ഞ അപ്പോഴത്തേക്കും നീ എഴുന്നേറ്റ. നിന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടാ തോന്നുന്നു നീയാണ് അവിടെ കയറിയെന്ന്. ഇനി നീ എങ്ങാനും അല്ല, നീ പാതിരാത്രി വരെയൊക്കെ അവിടെ കിടക്കില്ലേ? അതുകൊണ്ട് പറഞ്ഞ പോലീസുകാർ അപ്പുറത്തെ വീട്ടിൽ വന്നപ്പോണ്ട് അവര് തെളിവുകൾ എടുത്തോണ്ടിരിക്കുക. എന്താ ഫ്രാങ്ക്ലിൻ ഭായ് പോലീസുകാരോ? എവിടെ നോക്കട്ടെ. ഇവരിതെന്താ പറ്റേ? ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് ഓർഡർ. നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീടെന്ന് പറയുമ്പോ ഇവിടെ അതേ പോലീസുകാരി. എന്താ ഷിജാനെ, നീ നേരത്തെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ? കണ്ടാ അതേ പോലീസുകാർ അവിടെ തെളിവുകളൊക്കെ ശേഖരിച്ചോണ്ടിരിക്കുക. കള്ളം കയറിട്ട് ഏതാണ്ട് അല്ലറ ചില്ലറ സാധനമൊക്കെ മോഷണം പോയെന്നാ കേട്ടെ. ഓഫീസർ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മതിരിചാടിയാണ് കുറ്റവാളിയെ ഉള്ളിൽ കയറിക്കുന്നത്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. സാർ, പിന്നെ പേഴ്സിലുണ്ടായിരുന്ന $10,000 മിസ്സിംഗ് ആണ്. ഫ്രാങ്ക്ലിൻ ഭായ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഞാൻ ലേറ്റ് ആയിട്ട് വന്നില്ലേ? അപ്പൊ ഇവിടെ ഒരാളെ ഞാൻ കണ്ടായിരുന്നു. അതാ കള്ളനായിരുന്നു. അപ്പൊ ആ കള്ളനെ ഞാൻ കണ്ട്. എന്താ നീ കണ്ടെന്നാ? അപ്പോടാ വല്ല തോന്നിയായിരിക്കും നിനക്ക്? അല്ല ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ ആ പോലീസുകാരെ നിൽക്കണ ആ മതിലിന്റെ അവിടെ തന്നെ കണ്ടത്. പിന്നെ വല്ല പ്രേതോ പിശാചാണെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് ഓടിപ്പോരുമായിരുന്നു. ആണോ? എന്തായാലും നീ ഇനി പോലീസുകാരോട് പറയാൻ നിൽക്കണ്ട. വെറുതെ വയ്യാവേലി പിടിച്ച് തലേട്ടണ്ട. ഫ്രാങ്ക്ലിൻ ഭായ്, പക്ഷെ എന്റെ ഒരാളുടെ വാക്ക് കാരണം കളറെ പിടിക്കാൻ പറ്റിയാല. നമുക്ക് പോലീസിനോട് പറയാം ഫ്രാങ്ക്ലിൻ ഭായ്. നിന്റെ ഒരാളുടെ വാക്ക് കാരണം എങ്ങനെ കള്ളനെ പിടിക്കാനാ? ശരി നീ സമ്മതിക്കില്ല, പറയാം. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറെ തെളിവുകളൊന്നും ഇവിടെ ആരാത് ഡ്യൂട്ടി സമയത്ത് ശല്യപ്പെടുത്തുന്നത്? ആരാ? എന്ത് വേണം? സാർ, ഞാൻ ഫ്രാങ്ക്ലിൻ ഇതിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള സാർ. അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പയ്യൻ ഷിൻചാൻ പിന്നെ എന്നാൽ രാത്രി വെക്കേഷനൊക്കെ പിള്ളേര് കളിച്ചിട്ടൊക്കെ ഒരുമിച്ച് വൈബി. അപ്പോൾ ഇവിടെ ആരോ ഈ മതില് അവിടെ കണ്ടെന്നാണ് പറയണത്. ഇവന്റെ വല്ല മൊഴി കാരണം വല്ല കളനെ പിടിക്കാൻ പറ്റിയാലോ, അത് കാരണം ഒന്ന് പറയാന്ന് വിചാരിച്ചു വന്നാ. എന്ത് ഈ പയ്യനോ? ചോദിക്കട്ടെ. വെയിറ്റ്, ചുമ്മാ ആളാവാൻ വേണ്ടി അതും പറയല മോനെ. സത്യം പറ, നീ എന്തെങ്കിലും കണ്ടോ? കണ്ട് സാർ, കണ്ട്. ഞാൻ അവിടുന്ന് വരുമ്പോ ഈ മതിലെ കടന ഞാൻ കണ്ട്. ശരിക്കും അങ്ങനെയാണെങ്കിൽ പറ, അയാളെ കാണാൻ എങ്ങനെ ഇരിക്കും? അയാളുടെ മുഖം എങ്ങനെയാ? സാർ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു മിന്നായം പോലെ ഞാൻ കണ്ടുള്ളൂ. പ്രേതം വെച്ച് ഞാൻ ഓടിയും ചെയ്തില്ലേ. എന്തൊരു ഒരു മിന്നായം പോലെയാ. പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് പറഞ്ഞത്? എന്റെ സമയം തന്നെ കിടുത്താനാ. വലിയ കാര്യം പറയാൻ വേണ്ടി വന്നേക്കണം. ഓക്കെ. ഇനി എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അറിയിക്കണം. ഓഫീസർ, ഈ പയ്യന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതിയെടുത്തോ. പക്ഷെ ഞാൻ സഹായിക്കല്ലോ നോക്കിയത്. ഞാൻ പറഞ്ഞാലടാ ഞാൻ വെറുതെ അത് പോയി പറയണ്ടെന്ന്. അവർക്ക് വേണ്ട സോൾഡ് എവിഡൻസ് ആണ്. അവരെന്തേലും നിന്നെ പറയുന്നു എനിക്കറിയായിരുന്നു. പോലീസുകാരുടെ അടുത്ത് പോയി മെയിൻ ആവാൻ നോക്കിട്ട് നാണം കിട്ടുപോയി. അപ്പൊ ആ പോലീസുകാരുടെ മുമ്പിൽ നീ ചമ്മി. എന്നാലും നീ ആ കളനെ ശരിക്കും കണ്ടല്ലേ? അല്ല ഷിൻചാനെ, ഇനി എങ്ങാനും ആ കളനടുത്ത് നിങ്ങളെ വീട്ടിൽ കയറുമോ? തൊട്ടപ്പുറത്തല്ലേ? കേറും. അതിനു മുമ്പ് നമ്മൾ ആ കള്ളനെ പിടിക്കണം. എന്താടാ കള്ളനെ പിടിക്കാനാ? പിന്നെ നമ്മളായിരിക്കും ഇവിടുത്തെ ഹീറോസ്. വേണ്ട, അതൊക്കെ വലിയ പ്രശ്നവും. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പോലീസുകാരെ കൊണ്ട് ഇത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂ പറഞ്ഞ പോലെ നമ്മൾ ആ കളനെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ പ്രശ്നവും തീരും. പിന്നെ നമ്മളായിരിക്കും ഈ നാട്ടിലെ ഹീറോസ്. ഹീറോയാ? പക്ഷെ നമ്മൾ എങ്ങനെ കള്ളനെ പിടിക്കും? രാത്രി നമ്മൾ അന്വേഷിച്ചിറങ്ങണം. ഇന്ന് രാത്രി ഞങ്ങളുടെ ഏരിയയിൽ നമ്മൾ ആ കള്ളന് വേണ്ടിയുള്ള വല വിരിക്കുന്നു. പോലീസുകാർ ചെയ്യാത്ത പണി നമ്മൾ ചെയ്യും. ഇത് പൊളിക്കും. ഈ ഷിൻചാൻ ചെറുക്കിന് ഇത് വീട്ടിൽ പോലും വരാതെ എവിടെ പോയി കിടക്കണം? വേറെ എവിടെ പോവാൻ? അവന് ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും. അതേ നിക്കണ് അവനും അവന്റെ കുട്ടിപ്പട്ടാളവും. ആ പിള്ളേരെ എന്താണ് അവിടെ ചെയ്തോണ്ടിരിക്കണത്? വീട്ടിലേക്കൊന്നും വരരുത് കേട്ടോ. ഫ്രാങ്ക്ലിൻ ഭായ് എന്താ ഇവിടെ? ഷിൻചാനെ വാ, വന്ന് വണ്ടി കയറി. എല്ലാരും പറയണത് നമ്മൾ എപ്പോഴും ഈ സെയിം ഡ്രസ്സിൽ തന്നെ നടക്കണ സെയിം കോസ്റ്റ്യൂമാണ്. ഓണമൊക്കെയല്ലേ വരുന്നത്, അതിനൊരു മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇന്ന് നമ്മൾ പോകുന്നു, പുതിയ ഓണക്കോടി എടുക്കുന്നു. വാടാ പോയി ഓണക്കോടി എടുക്കാൻ പോവാ. എന്ത് ഓണക്കോടിയാ? ഫ്രാങ്ക്ലിൻ ഭായ് ഞാനില്ല. ഞാൻ ഇവിടെ കുറച്ച് പ്ലാനിംഗ് ഇല്ല. ഫ്രാങ്ക്ലിൻ ഭായ് പോയിട്ട് എത്ര പ്ലാനിങ്ങാ? എന്ത് പ്ലാനിങ്? അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പറയാം. എല്ലാം കഴിഞ്ഞിട്ട് പറയാനാ? എന്തൊക്കെയാണോ ഒപ്പിച്ചു വെക്കണത്? ശരി വൈകാതെ വീട്ടിലേക്ക് ഒന്ന് ചേരി കേട്ടാ. ഞാൻ പോയിട്ട് എടുക്കാം. അല്ല അതിപ്പോ എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു താല്പര്യമില്ലെന്നേ. അതൊക്കെ പണ്ട് എല്ലായിടത്തും ഡ്രസ് എടുക്കാൻ പോകുന്നു, ആഘോഷിക്കുന്നു. ഇപ്പൊ എല്ലാം ഒറ്റക്ക് ചെയ്യണം. നമ്മളാണെങ്കിൽ ഒരു സ്ഥലത്തും ജോലിക്ക് പോകുന്നില്ലല്ലോ ഓണാഘോഷത്തിന്. ഫുൾ ടൈം വീട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആഘോഷിച്ചേ പറ്റൂ. ഷിൻചാനും പോ അവിടെ റെഡിയാണ്. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? നീ ഇവിടെ എല്ലാം റെഡിയാണ്.
നമ്മൾ കുറച്ച് അലേർട്ടായി. ഏജന്റ് ഷിൻചാൻ സ്പീക്കിംഗ്. ഓവർ. ഏജന്റ് നീനി അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഷിൻചാന്റെ ഒച്ചയല്ലേ വോക്കി ടോക്കി കേൾക്കണേ. ഷിൻചാൻ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. ആണോ? ഇവിടെയും പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഫ്രാങ്ക്ലിൻ ബൈയുടെ വോക്കി ടോക്കി എടുത്തോണ്ട് വന്നത് നന്നായി. ഏജന്റ് നീനി അതെപ്പോഴും ഓണായിരിക്കണം. പിന്നെ ഏജന്റ് ബൂ നമ്മുടെ കണ്ണു വെട്ടിച്ച് ആരും ഇതുവഴി പാസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അല്ല ഷിൻചാനെ, എനിക്കൊരു ഡൗട്ട്. ഈ ഒരു ഏരിയയിൽ തന്നെ ആ കള്ളൻ വീണ്ടും വരുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഏജന്റ് മസൗ ഉറപ്പ്. ഈ ഷിൻചാന്റെ ഗട്ട് ഫീലിംഗ് തെറ്റാറില്ല. റോട്ടിൽ ശ്രദ്ധിക്കൂ. ഓവർ. ശരി, ഓവർ. അല്ല ഷിൻചാനെ, സമയം കുറെ ആയല്ല. എനിക്ക് തോന്നണ നിന്റെ കണക്കുകളിൽ തെറ്റിയുന്ന ആ കള്ളനൊന്നും വരാൻ പോണില്ല. എന്റെ കണക്കുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്നാ ശരി, കുറച്ചേരം കൂടെ നോക്കിട്ട് നമുക്ക് വീട്ടിൽ പോ. വെയിറ്റ്, അവിടെ ആരോ വരുന്നുണ്ട്. അത് ആളാ ഇയാളാണെന്ന് മതിൽ ചാടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തേ തോന്നണം? കറക്റ്റ് നോക്കിട്ട് പറ, അത് ആ കള്ളമ്മനെയാണോ? അങ്ങനെ ചോദിച്ചാ തലയില് മാസ്ക്, കയ്യില് ബാഗ്, പാതിരാത്രി, ഇത് ആ കള്ളം തന്നെയാ. അവൻ നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നത്. അയാളുടെ മേത്ത് നിങ്ങളുടെ 2 കണ്ണും ഉണ്ടാവണം. വേണ്ടല്ലോ, തെളിവോടുകൂടി നമുക്ക് അയാളെ പിടിക്കണം. ഓക്കെ, ആ കള്ളൻ ഞങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. നിക്ക് ഷിൻചാനെ, ഇന്നലെ മോശം നടന്ന വീടിന്റെ അപ്പുറത്ത് വീടിന് മുമ്പ് അയാൾ നിന്നു. എന്തോ പന്തികേട് പോലെ. കുഴപ്പമൊന്നുമില്ല, എന്നെ പിടിക്കാൻ ആർക്കുമില്ല. ഷിൻചാനെ, ആ കള്ളൻ ആ വീട്ടിൽ കയറി. നമുക്ക് പെട്ടെന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടി കയ്യും കളവോടെ പിടിച്ചാലോ? ഏജന്റിനി നിക്ക്. ഇപ്പൊ നമ്മൾ വിളിച്ചു കൂട്ടി കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടും. അയാൾ ഒറ്റക്ക് നേരിടാൻ നമ്മൾ പിള്ളേർക്ക് പറ്റത്തുമില്ല. നമ്മുടെ ലക്ഷ്യം അയാൾ ഇത് കഴിഞ്ഞ് പോകുമ്പോ അയാളുടെ പുറകെ പോകുന്നു, അയാളുടെ സ്ഥലം കണ്ടുപിടിക്കുന്നു, പോലീസുകാരെ ഇൻഫോം ചെയ്യിക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? വളരെ നല്ല ഐഡിയ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ അപ്പോഴത്തേക്ക് ഈ മോഷണം അയാൾ നടത്തൂലേ? നടത്തും. അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. ഇന്ന് ഇവിടുന്ന് പോണ വസ്തുക്കളാണ് നാളത്തെ ഇതിന്റെ തെളിവുകൾ. പോലീസുകാർ ഇത് ആ കള്ളന്റെ കയ്യിൽ നിന്ന് തന്നെ കണ്ടുപിടിച്ചെടുക്കും. നിനക്ക് ഇത്ര ബുദ്ധിയാ? നീ എവിടുന്ന് പഠിച്ചു ഇതൊക്കെ? വേറെ എവിടുന്ന്? ഫ്രാങ്ക്ലിൻ ബൈയുടെ കൂടെ ആണെന്നാ. ഇതല്ല ഇതിന്റെ അപ്പുറം പഠിക്കും. A few moments later. ഷിൻചാനെ, ആ കള്ളം പുറത്തിറക്കി മിന്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങോട്ടാ. ഇവിടെ ആദ്യം ഓട്. അവരെ ഓടി രക്ഷപ്പെടുന്നതിന് മുമ്പ് വണ്ടി എടുക്കടാ. വണ്ടി എവിടാ? ഓഹനോ, വണ്ടി കുറച്ചു മാറ്റിയാ മാർക്ക് ചെയ്തത്. ഇപ്പൊ എടുത്തോണ്ട് വരാം. കുറച്ച് സ്പീഡിൽ പോടാ. കളഞ്ഞിപ്പോ ഓടി വീട്ടിൽ എത്തൂലോ. മാക്സിമം സ്പീഡിലാളാ പോടെ. ഇതിന് ഇത്ര സ്പീഡേ ഉള്ളു. ആഹാ, എന്തിനാടാ വണ്ടി അങ്ങ് ദൂരെ കൊണ്ടിട്ടത്? വണ്ടി എടുത്തോണ്ട് വരാൻ തന്നെ സമയം എടുത്ത്. ഈ വണ്ടി എങ്ങാനാ കള്ളം കണ്ടാ നമ്മുടെ പ്ലാൻ മൊത്തം പൊടിയല്ലേ. അതുകൊണ്ട് ഞാനാ ദൂരെ കൊണ്ടിട്ടത്. അത് ശരിയാ. പക്ഷെ ഇപ്പൊ അയാള് നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ആവുന്നു തോന്നുന്നു. ഇവിടുന്ന് ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ല, ഏതെടുക്കണം? ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നോക്ക്. ആ കള്ളൻ ലെഫ്റ്റ് ഓടി. ബാക്കി ആ കള്ളനെ കിട്ടി. നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അബു അധികം അടുപ്പിക്കാതെ പുള്ളി കാണാത്ത വിധത്തിൽ നൈസായിട്ട് സൈഡ് പിടിച്ച് പോയാൽ മതി. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ ഏരിയയിലേക്ക് കയറി മോഷ്ടിക്കും. ഇത് അയാളുടെ ലാസ്റ്റ് റോബറി. അയാളുടെ പുറകെ വന്ന് നമ്മൾ ഇത് ഏത് ഗുദാവിലേക്കാണ് വന്നേക്കുന്നത്? കടലൊക്കെ കാണുന്നുണ്ടല്ലോ. ഈ ചെടിയുടെ മറവിലേക്കാ അവിടെ ഒരു കൂര കാണുന്നുണ്ട്. ആ കള്ളൻ അങ്ങോട്ടേക്കാ പോകുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ വല്ല ബോട്ടും എടുത്ത് പോകേണ്ടി വരും. ഇനി ബോട്ട് എടുത്ത് വല്ല പോകുമോ? ഇല്ല. ആ കൂരയുടെ ഉള്ളിലേക്ക് തന്നെ പുള്ളി കയറി. മിഷൻ സക്സസ്. ആ കള്ളന്റെ താവളം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പോലീസിനെ കൊണ്ടുവന്ന് പിടിപ്പിക്കാൻ മാത്രം ചെയ്താൽ മതി. വണ്ടി തിരിക്കടാ. ഓക്കേ, പോയിട്ട് വരാം. The next day. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. എന്താ ഒരു വണ്ടിയുടെ ശബ്ദം? ഷിൻചാന്റെ വീടെത്തി. പക്ഷെ അവൻ ഇവിടെ കാണാനില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഷിൻചാൻ എന്തിയേ? എടാ, നിങ്ങളായിരുന്ന നല്ലൊരു ഓണോസായിട്ട് എവിടെ പോടാ എല്ലാരും കൂടി? ഇന്ന് ഓണാടാ. വാടാ, നമുക്ക് പൂടാം. ഞാൻ എത്തിയിടേ. വിളിക്കണ്ടേ എന്നെ? ഫ്രാങ്ക്ലിൻ ബൈ ഒന്ന് പുറത്തുവരെ പോയിട്ട് വരാം. എന്ത് പുറത്തു പോകാനാ? ഇവിടെ കുറച്ച് പണിയുണ്ട്. നീ അവന്മാരെ വിളിച്ചോണ്ട് പോവാ. പണിയെടുക്കാനാ ഫ്രാങ്ക്ലിൻ ബൈ? എനിക്ക് അതിലും വലിയ പരിപാടിയുണ്ട്. വണ്ടി എടുക്കടാ. നിക്കടാ, പോലെ വേറൊരു കാര്യം കൂടി. പറയണ പോലും കേൾക്കാതെ പോവാ. അന്ന് എന്തെങ്കിലും കാണിക്കും. ഓണം എന്ന് പറഞ്ഞാല് ഒത്തൊരുമയുടെ ഫെസ്റ്റിവലാണ്. കുഴപ്പമില്ല, ഞാൻ ഒറ്റക്കാണെങ്കിൽ ആഘോഷിക്കും. അപ്പൊ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. പോയിട്ട് കഴിഞ്ഞ് നൈസായിട്ട് ചാടി പോയോ? കാലുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? ഇതാണ് നമ്മുടെ 2026 ഓണപ്പൂക്കളം. പറയാൻ വേണ്ടി മറന്നു. വീഡിയോ കാണുന്ന എല്ലാവർക്കും, അല്ല വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം. ഐ മീൻ അഡ്വാൻസ് ഹാപ്പി ഓണം. പടപടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ ഒറ്റക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റത്തെ കാര്യം നമ്മുടെ ഓണക്കോടി ഒന്ന് എടുത്തിട്ടെ. എപ്പുടി, ഇതാണ് നമ്മുടെ ഓണക്കോടി. പക്ഷേ മുണ്ട് ഞാൻ ഇവിടെ കുറെ അന്വേഷിച്ച് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരെല്ലാം മേടിച്ച് സ്റ്റോക്കേ തീർന്നു പോയി തോന്നുന്നു. ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്, നമ്മൾ എന്തെടുത്താലും എന്തിനാണ് ഈ മഞ്ഞിന് ചെന്നിരിക്കുന്നത്? ഇത് ഓറഞ്ചാ പോലെ ഉണ്ടെങ്കിലും മഞ്ഞ പോലെ ഇല്ലേ? നോക്കിയാ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഫേക്ക് എപ്പിസോഡിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ അതിൽ ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. പക്ഷെ അതിൽ 5000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങളും മറന്നു പോയിട്ടാണെന്ന്. ഈ വീഡിയോ കഴിയുമ്പോൾ പോയി സബ്സ്ക്രൈബ് ചെയ്ത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു സമയം പോയി. നമുക്ക് എന്തൊക്കെ ഒരുക്കങ്ങൾ നടക്കണേ. ചോപ്പേ, നീ ഒന്ന് പറ. നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഓൾറൈറ്റ് ഓഫീസർ, കം ഓൺ. പിള്ളേരെ, നിങ്ങൾ പറയുന്നതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് വൈൻവുഡ് ഹിൽസിലെ മോഷ്ടാവ് അവിടെ ഉണ്ട് എന്നാണ്. Am I correct? അതെ സാർ, ഇന്നലെ രാത്രി അവനെ ഞങ്ങൾ ട്രാക്ക് ചെയ്തു. അവൻ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഓഫീസർ, എന്റെ പുറകെ തന്നെ വാ, ഒരു സേഫ്റ്റിക്ക്.
നിനക്ക് അവിടെ ആരോ ഉണ്ടല്ലോ. ഈ പിള്ളേര് പറയുന്നത് വെച്ച് ഇതാണ് ആ കള്ളൻ. അവന്റെ മുഖത്ത് മാസ്ക് ഉണ്ട്. ഇന്നലെ രാത്രിയിലത്തെ മോഷണം കഴിഞ്ഞ് അവൻ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ മോഷണ വസ്തുക്കൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ പലതരം പല കളറിൽ ബാഗുകൾ ഉണ്ടല്ലോ. ആ പിള്ളേര് പറഞ്ഞ പോലെ ഇത് തന്നെ കള്ളൻ. ഓഫീസർ ഗിവ് മീ ബാക്കപ്പ്. ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹേ മിസ്റ്റർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഇവിടെ വാടാ ബ്ലഡി കള്ള. എതിർക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. നിന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അനങ്ങി പോരുത്. മിഷൻ സക്സസ്, നമ്മൾ ജയിത്ര. സാർ, ഐ ആം ഫ്രം റിപ്പോർട്ടർ TV. എന്താണ് ഇവിടെ സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻവുഡ് ഹിൽസിലെ പിടിയിട്ട പുള്ളിയായ കള്ളനെ പിടിക്കാൻ കാരണമായത് ഈ എലമെന്ററി സ്കൂളിലെ കുട്ടികളാണ്. ഇവരെ പോലെയുള്ള ധൈര്യശാലികളെയാണ് നമ്മുടെ നാടിന് ആവശ്യം. ഇവരാണ് ഈ ഓണത്തിന്റെ താരം. പിള്ളേരാണ് താരം. തിരുവാതിരനാള് മനസ്സാകെ നിരാവ്. തിരുവോണത്തിന് സദ്യയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. മേളിക്കണ എനിക്ക് താഴ്ത്തിരിക്കണ ചോപ്പിനി രണ്ടുപേരിലേപ്പോട്ടുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാ വാടാ ചോപ്പേ, വിമൃത സംബന്ധമായി സദ്യ ഞാൻ കഴിച്ചാ. വെയിറ്റ്, എന്താ വണ്ടിയുടെ വെച്ചാ? അത് ഷിൻചാന്റെ വണ്ടിയുടെ വെച്ചല്ലേ? അവനെ തിരിച്ചു പോകാൻ അനുവദിക്കരുത്. പിടിച്ചപ്പിടിയാലേ പിടിക്കണം. അവനെ കുറച്ച് പരിപാടി ചെയ്യാണ്ട്. ഇന്നിനി അവനെ വിടണം, പ്രശ്നമില്ല. അപ്പൊ ശരിയടാ, നാളെ ഗ്രൗണ്ട് വെച്ച് കാണാം. എന്താ ഗ്രൗണ്ടാ നിങ്ങൾക്കൊക്കെ പോലെ പോലെ? എവിടെയാണ് നിങ്ങൾ കറങ്ങി നടക്കണത്? നീ അവനെ വിളി. നിങ്ങൾക്കുള്ള സദ്യ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. കഴിച്ചിട്ടാവാൻ ബാക്കി കാര്യങ്ങൾ. എന്താ ഫ്രാങ്ക്ലി പോയി സദ്യ ഇതൊക്കെ ഇപ്പൊ റെഡിയാക്കി. പിന്നെ നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കി. വാ വിശത്തിട്ട് വയ്യ, ഞാൻ കഴിക്കാൻ ഇരിക്കുവായിരുന്നു. സത്യം പറയടാ, നിങ്ങൾ എവിടെയായിരുന്നു? എന്തോ ഉടായിപ്പുണ്ടല്ലോ. ഫ്രാങ്ക്ലി ബൈ, അതെന്തോ വൈകുന്നേരത്തെ ന്യൂസ് കാണുമ്പോ ഫ്രാങ്ക്ലി ബൈക്ക് മനസ്സിലാവും. ന്യൂസാ? എന്തൊക്കെയാടാ നിങ്ങൾ ഈ പറയണ? ഷിൻചാനെ, സദ്യ കഴിക്കുന്നതിന് മുമ്പ് നിനക്കുള്ള ഓണക്കോടി അവിടെ ഡ്രോയറിൽ ഇരിപ്പുണ്ട്. അത് പോയി എടുത്തിട്ടോ. ഓണക്കോടിയാ? എനിക്കും മേടിച്ചോ? ആടാ, പിന്നെ നീ കൂടെ വന്നില്ലെന്ന് പറഞ്ഞ് നിനക്ക് മേടിക്കാണ്ടിരിക്കുവോ? ചെല്ലി. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് വരാം. മാറി നിക്കടാ ചോപ്പേ. ഇനി ഓണം ഡേയ്സ് എങ്ങനെയുണ്ടായിരുന്ന പിള്ളേരെ? വെക്കേഷൻ ഒക്കെ കഴി നല്ല ക്ഷീണം കാണും. ഫുള്ള് അലഞ്ഞിട്ട് നടക്കൂലായിരുന്നു. ഫ്രാങ്ക്ലി ബോയ്, എന്റെ ഓണക്കോടി കൊള്ളാം. പക്ഷെ ഇതിനകത്ത് 6 പടം ഉള്ളത് 3 കണ്ണൊക്കെയുള്ള ആളോ? അത് നിന്നെ പോലെ ഇരിക്കുന്ന ആറ് ഞാൻ എടുത്ത ഷർട്ടാ. കൂടെ വരാൻ പറഞ്ഞല്ലേ? എങ്കിൽ നല്ല നോക്കി എടുക്കായിരുന്നല്ലോ. അതൊക്കെ വീട് ഇതേടാ, നിന്റെ ഫൂട്ടുകാർക്കൊക്കെ സദ്യ വെച്ചിട്ടുണ്ട്. നിനക്ക് ഓർഡർ ഇല ഇട്ടിട്ടുണ്ട്. നീ അതിന്റെ കൂടെ ഇരുന്ന് കഴിച്ചു. ആൻഡ് എനിക്കും ചോപ്പിനുള്ള ഇല അത് അപ്പുറത്തുണ്ട്. നമ്മുടെ ഓണം വെക്കേഷൻ തീർന്നിട്ടില്ല. പക്ഷേ വീഡിയോ ഇവിടെ വെച്ച് കഴിയുവാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളോട് അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.